എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. നമ്മളും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാകണേ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ഇതുവരെ തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട്. തുടർന്നും നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് നല്ല ഒരു റെസിപ്പി ആയിട്ടാണ് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത്. 2 ദിവസം വരെ ഇരുന്നാലും കേടുവരാത്ത നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ. തേങ്ങയൊന്നും ചേർക്കാത്ത റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയ്ക്ക് പോയാലോ. അപ്പോൾ അതിന് ആദ്യം തന്നെ നമ്മൾ ചോറിനുള്ള വെള്ളം വെക്കുകയാണ് കേട്ടോ. അപ്പോൾ അരി ഇട്ടതിന് ശേഷം നമുക്ക് ബാക്കി കൂട്ടാൻ്റെ പരിപാടികളൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം നമ്മൾ പിന്നെ പച്ചക്കറിയൊക്കെ ഒന്ന് എടുത്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. വളരെ ഒരു 2-3 പച്ചക്കറി മാത്രം മതി നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ സിമ്പിളുമാണ്, നല്ല ടേസ്റ്റുമാണ്. തേങ്ങയൊന്നും ചേർക്കാത്തതുകൊണ്ട് തന്നെ അത് കുറച്ച് ദിവസം ഇരുന്നാലും 2 ദിവസം ഇരുന്നാലും കേടൊന്നും വരില്ല. അത് ചോറിലൊഴിച്ച് കഴിക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പച്ചക്കറികളൊക്കെ ഒന്ന് എടുത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ അതിന് തക്കാളി വേണം, മുരിങ്ങക്കായ, വഴുതനങ്ങ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വേണം കേട്ടോ. ആവശ്യമുള്ള പച്ചക്കറികളൊക്കെ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം ബാക്കിയുള്ളത് നമ്മൾ ഫ്രിഡ്ജിലേക്ക് തന്നെ വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ബാക്കിയുള്ളത് നമുക്ക് അവിടെ വെച്ച് കഴിഞ്ഞ് നമുക്ക് പിന്നെ നമ്മുടെ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് ഒതുങ്ങിയിരിക്കുമല്ലോ. ഏകദേശം വെള്ളം ചൂടാകാറായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിലേക്കുള്ള അരി ഒന്ന് കഴുകിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അരി എടുത്തിട്ടുണ്ട്. പൊന്നിയരിയാണ് കേട്ടോ നമ്മൾ വെക്കുന്നത്. പൊന്നിയരി വെച്ചാലും നല്ല ടേസ്റ്റാണ്. അതുപോലെ നമ്മുടെ വേറെ വെള്ളയരിയോ മട്ടേരിയോ ഒക്കെ ഈ കൂട്ടാൻ ടേസ്റ്റ് തന്നെയാണ്. പക്ഷേ ഒന്നുകൂടെ ടേസ്റ്റ് കൂടുതലായി നിൽക്കുന്നത് നമ്മുടെ പൊന്നിയരി ചോറിൻ്റെ കൂടെ കഴിക്കുമ്പോഴാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാനിന്ന് പൊന്നിയരിയാണ് വെക്കുന്നത്. അത് നല്ലപോലെ തന്നെ കഴുകി നമ്മൾ അരിയൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതൊന്ന് തിളച്ച് വരട്ടെ. ഈ സമയം കൊണ്ട് തന്നെ നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഒന്ന് മുറിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ വലിയ ഉള്ളി എടുത്തിട്ടുണ്ട്. അതൊന്ന് മുറിച്ചെടുക്കുന്നുണ്ട്. ഒരു 2 വലിയ ഉള്ളി നമ്മൾ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ കോഴിമുട്ടയ്ക്കൊക്കെ അരിയും പോലെ നല്ല ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. ഉള്ളി മസ്റ്റായിട്ട് വേണം കേട്ടോ ആ ഒരു ഗ്രേവിക്ക് വേണ്ടിയിട്ട്. ചെറിയ ഉള്ളി എടുത്താലും കുഴപ്പമില്ല, പക്ഷേ വലിയ ഉള്ളി എടുക്കുമ്പോൾ പെട്ടെന്ന് പണി ഒരുങ്ങും. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. ചെറിയ ഉള്ളി വേണമെങ്കിലും ഈ സമയത്ത് നമുക്ക് എടുത്ത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ രാവിലെ നേരെ നമുക്ക് ചെറിയ ഉള്ളിയൊക്കെ നേരാക്കി ചെയ്യുന്ന ബുദ്ധിമുട്ട് കൊണ്ട് തന്നെ ഞാൻ വലിയ ഉള്ളി എടുത്തിരിക്കുന്നത്. പിന്നെ അതിലേക്ക് നമ്മൾ മുരിങ്ങക്കായ എടുക്കുന്നുണ്ട്. അതും അതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ വഴുതനങ്ങ എടുക്കുന്നുണ്ട് കേട്ടോ. വഴുതനങ്ങ എന്തായാലും ചേർക്കാൻ മറക്കരുത്. വഴുതനങ്ങ ചേർക്കുമ്പോൾ നമ്മുടെ ഗ്രേവിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ 2 വഴുതനങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരുപാട് കഷ്ണത്തിൻ്റെ ആവശ്യമൊന്നുമില്ല, എല്ലാം കുറേശ്ശെ മതിയാവും കേട്ടോ. അതെല്ലാം മുറിച്ച് അവിടെ റെഡിയാക്കി വെച്ചതിന് ശേഷം നമ്മൾ മൺചട്ടിയിലാണ് ഇതൊന്ന് ഉണ്ടാക്കിയെടുക്കുന്നത്. ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായി വന്നതിലേക്ക് നമ്മൾ കുറച്ച് വെന്തയം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് രണ്ടും പൊട്ടി വന്നതിന് ശേഷം നമ്മളിതിലേക്ക് അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് വലിയ ഉള്ളി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം, ചെറിയ ഉള്ളി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാൻ വലിയ ഉള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അങ്ങനെ നമ്മൾ 2 വലിയ ഉള്ളി ചേർത്ത് നല്ലപോലെ തന്നെ മിക്സ് ചെയ്ത് ഒന്ന് വഴണ്ടി വരണം കേട്ടോ. നമ്മൾ സാധാരണ ചിക്കനൊക്കെ വെക്കുമ്പോൾ വഴണ്ടി വരുന്ന രീതിക്കൊന്നും വഴണ്ടണ്ട, എന്നാലും ഇത് ഏകദേശം ഒന്ന് വഴണ്ടി വരണം. ഏകദേശം ഒന്ന് വഴണ്ടി വന്നതിലേക്ക് ഞാൻ 2 തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. തക്കാളി കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം തക്കാളി നല്ലപോലെ തന്നെ വാടി വരാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് കല്ലുപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. തക്കാളിയിൽ കല്ലുപ്പ് ചേർക്കുമ്പോൾ പെട്ടെന്ന് തന്നെ വെള്ളമൊക്കെ ഇറങ്ങി പെട്ടെന്ന് തന്നെ വഴണ്ടി വരും കേട്ടോ. ഇനി ഇതിവിടെ അടച്ച് വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് നേരം കഴിയുമ്പോഴേക്കും തന്നെ നമ്മുടെ തക്കാളി ഉള്ളി എല്ലാം നല്ലപോലെ വഴണ്ടി വന്നിട്ടുണ്ട്. ഞാനിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം നമ്മുടെ തക്കാളി ഉള്ളിയൊക്കെ വഴണ്ടി റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുള്ള മുരിങ്ങക്കായ, അതുപോലെ തന്നെ വഴുതനങ്ങ, പിന്നെ ഞാൻ ഒരു ഉരുളക്കിഴങ്ങ് കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. ഉരുളക്കിഴങ്ങ് കൂടെ ചേർത്തിട്ട് വെക്കുമ്പോൾ ഒരു ടേസ്റ്റാണ്. അപ്പോൾ ഇതിൽ അധികം പച്ചക്കറികളുടെ ആവശ്യമില്ല, ഇത്രമാത്രം മതിയാവും കേട്ടോ. പിന്നെ ഞാൻ ഇതിലേക്ക് മസാലപ്പൊടികളായിട്ട് 1 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് നമ്മൾ പച്ചക്കറി ചേർത്ത ശേഷം ഇതിലേക്ക് ഈ പൊടികളെല്ലാം ചേർത്ത് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം വെള്ളമൊന്നും ഒഴിക്കാണ്ട് അടച്ച് വെച്ചിട്ട് ചെറിയ രീതിയിൽ കുറച്ച് നേരം അങ്ങനെ ഇരിക്കട്ടെ കേട്ടോ. കുറച്ച് നേരം കഴിഞ്ഞതിന് ശേഷം നമ്മളിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ കിടന്നിട്ട് ഒന്ന് വഴണ്ടി വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ പൊടികളുടെ പച്ചമണമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് മാറിക്കിട്ടുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് ഇതൊന്ന് നമ്മൾ മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നത്. കുറച്ച് നേരം കഴിഞ്ഞതിന് ശേഷം നമ്മളിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്.
ചേർക്കുമ്പോൾ ചൂടുവെള്ളം ചേർക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട. നമ്മുടെ പച്ചക്കറി മുങ്ങി നിൽക്കുന്നതിന് കുറച്ചുകൂടെ വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എന്താ പറഞ്ഞാൽ ഒരുപാട് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ടേസ്റ്റ് കുറവായിരിക്കും. പിന്നെ അത് ഒരുപാട് വെള്ളം പോലെ ഇരിക്കും, നല്ല ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. നമ്മൾ തേങ്ങയൊന്നും ചേർക്കാത്തത് കൊണ്ട് തന്നെ ഓവർ വെള്ളത്തിലൊന്നും ഇത് വെക്കേണ്ട ആവശ്യമില്ല. ഇത് വെള്ളം ഒഴിച്ചതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് നമ്മളിതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇനി ഇതിവിടെ കിടന്നിട്ടൊന്ന് വെന്ത് വരട്ടെ കേട്ടോ. ഇനി നമ്മുടെ ഉരുളക്കിഴങ്ങും അതുപോലെ തന്നെ വഴുതനങ്ങയും മുരിങ്ങക്കായും എല്ലാം നല്ലപോലെ തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ആവശ്യത്തിന് വെള്ളമൊഴിച്ച് ഇതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഇപ്പം നമ്മുടെ പച്ചക്കറികളെല്ലാം നന്നായി തന്നെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. പച്ചക്കറികൾ നന്നായി വെന്തതിന് ശേഷം വേണം നമ്മളിതിലേക്ക് പുളി ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളിയാണ് നമ്മൾ കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ ആദ്യമേ തന്നെ വെള്ളത്തിൽ പുളിയെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കഷ്ണങ്ങളൊക്കെ വെന്ത് വരാൻ താമസം കൊടുക്കും കേട്ടോ. ചില കഷ്ണങ്ങൾ വെന്തില്ല എന്നും വരും. അതുകൊണ്ട് കഷ്ണങ്ങളൊക്കെ വെന്തതിന് ശേഷം ആവശ്യത്തിനുള്ള പുളി കലക്കിയിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പോ പുളിപ്പോ എന്തെങ്കിലും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇപ്പം നമുക്ക് കുറച്ച് വെള്ളം പോലെ തോന്നുന്നുണ്ടാകും. നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചത് തന്നെയാണ് കേട്ടോ. ഇത് നമ്മൾ ചെറിയ തീയിലിട്ടിട്ട് ഒരു 10 മിനിറ്റ് ചെറിയ തീയിൽ ഇങ്ങനെ വേവിച്ചെടുക്കുന്ന സമയത്ത് അതിൻ്റെ എണ്ണയെല്ലാം പിരിഞ്ഞ് നല്ല കറക്റ്റ് പാകത്തിന് വരും കേട്ടോ. ആദ്യം നമ്മളിത് ഹൈ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം നല്ല പോലെ തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മളിത് ചെറിയ തീയിലിട്ട് ഒരു 10 മിനിറ്റ് ചെറിയ തീയിൽ അങ്ങനെ വെന്ത് വരുമ്പോൾ ഇതിൻ്റെ എണ്ണയെല്ലാം പിരിഞ്ഞ് നല്ല കറക്റ്റ് ടേസ്റ്റായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. പിന്നെ നമ്മളിതിലേക്ക് എരിവുള്ള മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഈ കൂട്ടാൻ എന്ന് പറയുമ്പോൾ കുറച്ച് എരിവ് മുന്നിട്ട് നിൽക്കും. അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ കാരക്കറി എന്ന് പറയുന്നത് കേട്ടോ. തമിഴ്നാട് സ്പെഷ്യൽ കറിയാണ്, അതുകൂടെ ഞാൻ പറയാം. അതിലേക്ക് ഞാൻ ഉപ്പ് കുറവായ കാരണം കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 10 മിനിറ്റ് ചെറിയ തീയിൽ ഇങ്ങനെ തിളച്ച് വരുന്നത് കൊണ്ട് തന്നെ നല്ലൊരു മണവും ടേസ്റ്റുമാണ് കേട്ടോ നമ്മുടെ കൂട്ടാൻ ഉണ്ടാവാറുള്ളത്. ഇപ്പോൾ നല്ലപോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇരിക്കുമ്പോൾ ഒന്നുകൂടെ ഒന്ന് സെറ്റായിട്ട് വരും കേട്ടോ. പിന്നെ ഇതിൻ്റെ മെയിൻ കോമ്പിനേഷൻ എന്ന് പറയുന്നത് പപ്പടം അല്ലെങ്കിൽ വറ്റൽ കേട്ടോ. അപ്പോൾ നമ്മൾ പപ്പടത്തിന് പകരം ഇന്ന് വറ്റലാണ് ഉപയോഗിക്കുന്നത്. വറ്റലോ പപ്പടോ എന്തെങ്കിലും ഒന്ന് ഇതിൻ്റെ കൂടെ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വീട്ടിലുണ്ടാക്കിയിട്ടുള്ള വറ്റലാണ് ഇന്ന് ഇതിൻ്റെ കൂടെ കഴിക്കുന്നത്. അപ്പോൾ ഞാൻ വറ്റലൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. വറ്റൽ വറുത്തതിന് ശേഷം നിങ്ങൾക്ക് ഇപ്പോൾ വറ്റലില്ലെങ്കിൽ പപ്പടവും എടുക്കാം കേട്ടോ. ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്ന് ഉണ്ടെങ്കിലാണ് ഇത് നല്ല പോലെ തന്നെ നമുക്ക് ആസ്വദിച്ച് കഴിക്കാൻ പറ്റുക. ഇനി ഇതിൻ്റെ അടുത്ത കോമ്പിനേഷൻ എന്ന് പറയുന്നത് നമ്മുടെ മുട്ട വറുത്തതാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. വലിയ ഉള്ളി ചേർത്ത് കൊടുത്ത് പച്ചമുളക് ചേർത്ത് കൊടുത്ത് അതൊന്ന് കൈകൊണ്ട് മിക്സ് ചെയ്തതിന് ശേഷം കോഴിമുട്ട ഇതുപോലെ ഒന്ന് ഉടച്ചൊഴിച്ച് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. കോഴിമുട്ട നമുക്ക് ഇപ്പോൾ അഡീഷണലായിട്ടൊന്നും നമ്മൾ ചേർക്കുന്നില്ല. ഇതിൽ മസാലകളൊക്കെ ചേർത്തിട്ട് നമുക്ക് വേണമെങ്കിൽ കോഴിമുട്ട ഉണ്ടാക്കിയെടുക്കാം. പക്ഷേ നമ്മൾ ചെയ്തിട്ടുള്ള കറി കുറച്ച് എരിവും പുളിപ്പും ഉപ്പും എല്ലാം കൂടെ കലർന്നതായതുകൊണ്ട് തന്നെ അതിൽ ആവശ്യത്തിനുള്ള മസാല പോലെ ഉണ്ടാവും, ഒരു എരിവൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് ഇതിലിനി സ്പെഷ്യലായിട്ടുള്ളൊരു മസാലയൊന്നും ചേർത്ത് നമ്മൾ റെഡിയാക്കാണ്ട് പ്ലെയിനായിട്ട് ഉണ്ടാക്കിയെടുക്കുമ്പോഴാണ് നല്ലൊരു കോംബോ ആയിരിക്കും കേട്ടോ. ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ കാരക്കറിയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഒന്നുമില്ല പപ്പടം ഇല്ലെങ്കിൽ വറ്റൽ പിന്നെ ഒരു കോഴിമുട്ട കേട്ടോ. ഇതാണ് ശരിക്കും ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ. അപ്പോൾ ഞാൻ വറ്റൽ വറുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ കോഴിമുട്ട ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. ഇത് മൂന്നും കൂടെ മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ ഉള്ള ഒരു ടേസ്റ്റ് എന്ന് പറയുമ്പോൾ ഭയങ്കരമാണ് കേട്ടോ. പറഞ്ഞറിയിക്കുന്നതിനും അപ്പുറമാണ് ഇതിൻ്റെ ടേസ്റ്റ്. കുറച്ച് നേരം കഴിയുമ്പോൾ കണ്ടോ നമ്മുടെ കറി സെറ്റായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ തിളയ്ക്കുന്ന സമയത്ത് ഇതിൻ്റെ കറക്റ്റ് കളർ നമുക്ക് കാണാൻ പറ്റിയില്ല. ഇപ്പോൾ കണ്ടോ കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. ഈ കൂട്ടാനിൽ നമ്മൾ വഴുതനങ്ങ ചേർക്കുമ്പോൾ ഇതിനൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എന്തില്ലെങ്കിലും വഴുതനങ്ങ ചേർക്കാൻ മിസ്സാക്കരുത്. ഇപ്പം നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. നമ്മുടെ പൊന്നേരി ചോറ് നല്ല ചൂടായിട്ട് തന്നെ നമ്മൾ വാർത്ത് എടുത്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ചൂട് ചോറ് വിളമ്പി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ വറ്റൽ വിളമ്പി കൊടുത്തിട്ടുണ്ട്. പിന്നെ നല്ല ടേസ്റ്റായിട്ടുള്ള നമ്മുടെ കോഴിമുട്ട കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് നമ്മുടെ സ്പെഷ്യൽ കറിയായിട്ടുള്ള നമ്മുടെ കാരക്കൂട്ടാനാണ്, അതായത് നമ്മുടെ കാരക്കറി കേട്ടോ. അതുകൂടെ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ചാറ് കുറച്ച് ഒഴിച്ചു കൊടുത്താൽ തന്നെ നമുക്ക് ഒരുപാട് ചോറുണ്ണാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മുടെ കൂട്ടാൻ വിളമ്പി കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല തൂവെള്ള കളറിലുള്ള പൊന്നിയരി ചോറിൻ്റെ മേലെ നമ്മുടെ ഈ കൂട്ടാൻ നല്ല ഡാർക്ക് കളറിൽ ഇങ്ങനെ വിളമ്പി കൊടുക്കുമ്പോൾ
കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണല്ലേ. ഇപ്പം നമ്മളെല്ലാം റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ പൊന്നേരി ചോറിൻ്റെ കൂടെ കഴിക്കുമ്പോഴാണ് ഈ കൂട്ടാൻ ഒരു പ്രത്യേക ടേസ്റ്റ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇല്ല നമുക്ക് പൊന്നേരി ചോറില്ലെങ്കിൽ നമ്മുടെ അവിടെ ഏത് ചോറാണ് വെക്കുന്നത് അതിൻ്റെ കൂടെ കഴിക്കാൻ നന്നായിരിക്കും കേട്ടോ. തേങ്ങയൊന്നും ചേർക്കാത്തതുകൊണ്ട് തന്നെ അത്ര പെട്ടെന്ന് കേടൊന്നും വരില്ല. എല്ലാവർക്കും അത് ഇഷ്ടപ്പെടും. അതിന് ഒരു അത്യാവശ്യത്തിന് കുറച്ച് പുളിപ്പ്, എരിവ് എല്ലാം ചേരുന്നത് കൊണ്ട് തന്നെ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ കാരക്കറി കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു കോമ്പിനേഷനെല്ലാം കൂടിയിട്ട് വേണം നിങ്ങളിത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് നമ്മുടെ ഈ കൂട്ടാൻ്റെ ഒറിജിനൽ കറിയുടെ ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ നല്ല ചൂടായി തന്നെ നമ്മുടെ കറിയും മുട്ട വറുത്തതും വറ്റലും എല്ലാം കൂടെ കഴിക്കണം കേട്ടോ. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. അപ്പോൾ നല്ല ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നാളെ പുതിയൊരു വീഡിയോ ആയിട്ട്